സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. അവിടുന്ന് തുടങ്ങിയതാണ് BJPയുടെ വർഗീയത. ഇത് നാരങ്ങാനം പഞ്ചായത്തില് അവിടെ അവിശ്വാസ പ്രമേയം പാസ്സാക്കി. CPM അതുപോലെ തന്നെ UDF കൂടെ പാസ്സാക്കി. BJPക്കെതിരെ എന്തിനാണ് ഇങ്ങനെ അവിശ്വാസ പ്രമേയം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ CPIM നേതാവ് ഷീജ മോൾ പറയുന്നതാണ്, വർഗീയത തുടങ്ങിയത് ഈ ഭാരത് മാതാ കി ജയ് വിളിച്ചത് തൊട്ടാണ്. ഇന്നു മുതലാണ് സാർ ഈ ഭാരത് മാതാ കി ജയ് വർഗീയമായി തുടങ്ങിയത്, വർഗീയതയായി മാറിയത്. അതാ CPIM അംഗത്തിന് എന്താ അവരുടെ പേര്? ഷീജ മോൾ. അവർക്ക് വിവരമില്ലാത്ത കാരനാണ്. ഉം. ഈ പഴയ 4ാം ക്ലാസ്സും ഗുസ്തി എങ്ങാനും ആയിരിക്കേ. ഈ ചരിത്രം മനസ്സിലാക്കണം. അതായത് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം തന്നെ ഹിന്ദു ദേശീയതയിൽ ഊന്നിയിട്ടുള്ളതായിരുന്നു. 1940 വരെ നമ്മുടെ മുദ്രാവാക്യം തന്നെ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ഉം. ഇതൊക്കെയായിരുന്നു. അന്ന് ഹിന്ദു ദേശീയ ബോധത്തിന് അവർക്ക് ഊർജം നൽകിയിരുന്നത് സ്വാമി വിവേകാനന്ദനും പിന്നെ അതേപോലെ മഹർഷി അരബിന്ദോ ഇവരൊക്കെയായിരുന്നു. ഈ പറയുന്ന ഗാന്ധിയും, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഇന്ത്യയുടെ ദേശീയ പിതാവ്, ഇന്ത്യയുടെ ഭാരത എന്താ പറയുക രാഷ്ട്രപിതാവ്, അതുപോലെ തന്നെ മുബർലെ കുഞ്ഞുമോൻ, ജവഹർലാൽ നെഹ്റു ഒക്കെ ഈ ഹിന്ദു ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരും വിളിച്ചിരുന്നു ഭാരത് മാതാ കി ജയ് എന്നും വന്ദേ മാതരം എന്നും വിളിച്ചിരുന്നു. ഇത് എന്ന് തൊട്ടാണ് ഈ ഭാരത് മാതാ കി ജയ് അവർക്ക് സ്വീകാര്യമല്ലാതായത് എന്ന് ചോദിച്ചാൽ 1940 മാർച്ച് 22 മുതലാണ്. എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത? അന്നാണ് മുഹമ്മദ് അലി ജിന്ന പ്രത്യേക പാകിസ്ഥാൻ രാഷ്ട്രം വേണം എന്ന്, ഒരു ഇസ്ലാമിക് രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതോടുകൂടി ഇവരുടെ ഹൈന്ദവതയൊക്കെ ചുരുട്ടിക്കൂട്ടി ബക്കറ്റിലെറിഞ്ഞ് അവർ മറ്റേ മതേതരവും അതുപോലെ തന്നെ ലിബറലിസവും പറയാൻ തുടങ്ങി. ഈ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് നെഹ്റു എഴുതിയിട്ടുണ്ട്, ദേശീയത, ഹിന്ദു ദേശീയത എന്ന് പറഞ്ഞാൽ അതാണ് ഭാരതത്തിൻ്റെ ദേശീയത എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ജിന്നെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മതേതരം ഹെൽപ്പ് ചെയ്യുന്ന നെഹ്റുവിന് തോന്നിക്കാണ്. അതുകൊണ്ടായിരിക്കും അയാൾ മാറിയത്. ഇപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന കുറ്റമാണെന്ന് പറയുന്നത്, രാമരാജ്യം എന്ന് പറയുന്ന കുറ്റമാണെന്ന് പറയുന്നത് മാർക്സിസ്റ്റുകാർ മാത്രമേ പറയുള്ളൂ. കാരണം അവർക്ക് വിദ്യാഭ്യാസ വിവരമൊന്നുമില്ല. നമ്മുടെ റഹീമിനെ പോലുള്ള ആൾക്കാരല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ നിലയിലിരിക്കണം. അപ്പോൾ അവരുടെ ശിങ്കിടികളാണല്ലോ ഈ പറയുന്ന തൊട്ടുമോളോ ഷാനിമോളോ ഇവരൊക്കെ. അപ്പോൾ അവരെ അതിൽ കൂടുതൽ അവരൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് പഞ്ചായത്തിൽ ഇവർ ഒരുമിച്ച് വന്നു, കോൺഗ്രസും CPM ഒരുമിച്ച് വന്ന് BJP ഭരണം അട്ടിമറിച്ചതിൽ അതിനും അത്ഭുതപ്പെടാനില്ല. കാരണം കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ കേരളത്തിലും CPM കോൺഗ്രസും ആയിട്ടുള്ള ശത്രുതാ മനോഭാവം പുറത്ത്. അതല്ലെങ്കിൽ അന്നും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലായ്പ്പോഴും ഡൽഹിയിലെ സഹകരണവും ഇവിടെ കേരളത്തിലെ ഗുസ്തി, മനസ്സിലായല്ലോ. ഓപ്പറേഷൻ ഇൻ കേരള, കോപ്പറേഷൻ ഇൻ ഡൽഹി എന്ന് പറയും. അതല്ലെങ്കിൽ ഒരിക്കൽ പറയാറുണ്ടായിരുന്നു, എന്താണ്, കേരള മെയിൻ ഗുസ്തി ഓ ദില്ലി മെയിൻ ദോസ്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ രീതിയിലാണ് അവർ പോയിക്കൊണ്ട്, രണ്ടുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ രാമ ജന്മഭൂമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കേസിൽ തർക്കമന്ദിരം പൊളിച്ചു കളഞ്ഞപ്പോൾ ഇവർ പറഞ്ഞെന്താ, മതേതരവാദികൾ പറഞ്ഞ്, മഹാത്മാഗാന്ധി കരഞ്ഞുപോയി, അദ്ദേഹം കണ്ട രാമൻ എന്ന് പറയുന്ന ഈ ശ്രീരാമനല്ല, പിന്നെ ഏത് രാമനാന്ന് എനിക്കറിയില്ല, KP രാമനോ അതല്ലെങ്കിൽ അതുപോലെ വേറെ വല്ല രാമൻ ഉണ്ടായിരുന്നോ അക്കാലത്തൊന്നും എനിക്കറിയില്ല. മഹാത്മാഗാന്ധി പറഞ്ഞിരുന്ന മുഴുവൻ രാമരാജ്യം എന്ന് പറഞ്ഞത് രാമായണത്തിലെ രാമരാജ്യമാണ്. മനുഷ്യർക്ക് മുഴുവനും നീതിയും ന്യായവും ലഭിക്കുന്ന, എല്ലാ ജനങ്ങൾക്കും എന്നും അഭിവൃദ്ധിയും അതുപോലെ സന്തോഷവും സംതൃപ്തി നൽകുന്ന ഒരു രാജ്യം ആണ് രാമരാജ്യം, അയോധ്യ. അപ്പോൾ
അദ്ദേഹം സ്വപ്നം കണ്ട രാജ്യം അതാണ്. ഇവർക്ക് ഓവർനൈറ്റ് ഗാന്ധി കണ്ട രാജ്യം ഈ രാമനെയല്ല വേറെ രാമനെയാണ് ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വരെ പറഞ്ഞ ആൾക്കാരാണ് ഇവർ. പിന്നെ ശ്രീരാമൻ എന്ന് പറഞ്ഞൊരു മിഥോളജിക്കൽ ക്യാരക്ടറാണ്. ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസ്സുകാർ. ഭാരത് മാതാ കീ ജയ് എന്നുള്ള മുദ്രാവാക്യം അവർക്കിപ്പോൾ നാണം വിളിക്കുന്നുണ്ടാവും, നാണം തന്നെ ഉണ്ടാവും അത് വിളിക്കുമ്പോൾ. കാരണം അവർ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരു മുദ്രാവാക്യം അത്. ഇന്ത്യയുടെ ദേശീയ ഗാനം, ഈ നാഷണൽ സോങ് എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. അത് തന്നെ വെട്ടിച്ചുരുക്കിയത് എന്തിനാ? മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ്. ഇപ്പോഴും മുസ്ലിങ്ങൾ പറയണത് ഞങ്ങൾ പാടില്ല, അത് ഞങ്ങൾ ഇത് വർഗീയതയാണ്, ഞങ്ങളുടെ ഹറാമാണ്, ഞമ്മക്കത് പാടാം. എന്താ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ലല്ലോ? അത് ആകാശം ഇടിഞ്ഞു വീടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവരുടെ എല്ലാ സിസ്റ്റത്തിനും തയ്യാറാണ്. ഇവർ സൗദി അറേബ്യനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സൗദി അറേബ്യയിലൊക്കെ പെണ്ണുങ്ങൾ കെട്ടിപ്പൊട്ടി ചാക്കും കെട്ടായിട്ട് നടക്കണം. എന്തുകൊണ്ടാണെന്ന് അറിയാം? അവിടെ മണൽക്കാറ്റുണ്ടാവും. മണൽക്കാറ്റുണ്ടാകുമ്പോൾ മണൽ മേത്ത് മുഴുവൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലയും മുഖവും ഒക്കെ മൂടി വലിയ കറുത്ത് ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. ആണുങ്ങളാണെങ്കിൽ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നതൊക്കെ മണൽക്കാറ്റ് വന്ന് മണൽ തലയിൽ കയറപ്പോവാൻ, അല്ലെങ്കിൽ ആ തലയ്ക്കകത്ത് മണല അവരുടെ ഈ മണലും കൂടി തലമുടിക്കുള്ളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമുണ്ട് അതിന്? ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഭാരതത്തിലെ കാലാവസ്ഥയ്ക്കും നിയമത്തിനും അനുസരിച്ചിട്ട് വേണ്ടി ജീവിക്കാനായിട്ട്. നമ്മളാരും പറയാനുള്ള അവർ അമ്പലത്തിൽ പോകണമെന്നോ അമ്പലത്തിൽ പോയി തൊഴണമെന്നോ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കണമെന്നൊന്നും പറയാനുള്ള. അവർക്ക് അവരുടെ സിസ്റ്റം ആവാം, അവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കണം, എന്ത് വേണമെങ്കിലും ആവാം അവർക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇവർ ഈ ഒരു വശത്ത് ഇതൊക്കെ പറയുകയും ചെയ്യും, അവസാനം ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കണത് ക്രിമിനൽ കുറ്റമാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരാണ് അവർ. ഇതിന്റെ ഒരു നോക്കുകയാണെങ്കിൽ നാരങ്ങാനം പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ 6 സീറ്റുകൾ UDF കിട്ടി, 6 സീറ്റുകൾ BJP കിട്ടി, 2 സീറ്റ് LDF കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഭരണം അട്ടിമറിച്ചുകൊണ്ട് BJPയെ താഴെ ഇറക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തി. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, LDFന്റെയും അതുപോലെ CPMന്റെയും UDFകാരോടും ഒക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കണം, എന്താണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം? ചിലരൊക്കെ ഓടിയൊക്കെ പോകുന്നുണ്ട്. അതിനകത്തിൽ ഒരാൾ മാത്രമാണ് ഇത് പറഞ്ഞത്, ഈ ഭാരത് മാതാ കി ജയ് കേട്ട അന്ന് മുതൽ ഞങ്ങൾ വിചാരിച്ചതാണ് ഇത് വർഗീയതയുടെ തുടക്കമാണ്. പൊതുവേ നമ്മളൊരു പ്രശ്നമുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ അവിശ്വാസം പ്രമേയത്തിനായിട്ട് ഒരുമിച്ച് നിന്നത്? എന്താണ് കാര്യം? ഇപ്പൊ BJP ഭരണം മാറ്റാൻ തോന്നിയത് എന്താണ്? ഉത്തരം പറയുന്നതാണിത്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിങ്ങനെയാണ്. അതിനുശേഷം UDF പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കണമെന്ന് വിചാരിച്ചല്ലേ, എന്നാലും ഒരുമിച്ച് നിന്നാലല്ലേ അവിശ്വാസം പ്രമേയം പാസ്സാക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പിന്നെ ഭരണ സ്തംഭനമാണ്, ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ഇത്തരത്തിൽ BJPയെ താഴെ ഇറക്കാൻ നോക്കുകയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു വാദം ചിലപ്പോൾ മാധ്യമങ്ങളെ പോലും ഞെട്ടിച്ചു കാണും. ഇതുകൊണ്ടാണ് അത് പറയണ മാർക്സിസ്റ്റുകാരായത് കാരണം നമുക്ക് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വിവരക്കേട് മാത്രമേ മാർക്സിസ്റ്റുകാർ പറയുള്ളൂ. അവരുടെ പ്രസംഗം കേട്ടാൽ മതിയാവുമല്ലോ. അവർക്ക് അതിനപ്പുറത്ത് പണ്ട് ഒരു സിനിമ വന്നു, സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. താത്വികപരമായ ഒരു അവലോകനമാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിക്രിയാവാദികളും മറ്റേവാദികളും തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ ശത്രുക്കളായിരുന്നെങ്കിലും അവർക്കുള്ളിലുള്ള അന്തർധാര ശക്തമായിരുന്നു. ഇത് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് തന്നെയാണ് ഇദ്ദേഹം ചർവിത ചരവണം പോലെ ഇപ്പോഴത്തെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. സിനിമയിൽ സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടി EMSനെയാണ് കൊല വിളിച്ചിരിക്കുന്നത് ആ സിനിമയിൽ. മനസ്സിലായില്ല? അയാളുടെ സംസാരം ആ രീതിയിലാണ്, മനുഷ്യർക്ക് മനസ്സിലാവാത്ത രീതിയിൽ. അപ്പോൾ അതേ ഉള്ളൂ, അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവരുടെ ദേ ആർ ഇറലവൻറ്റ്, അപ്രസക്തമായി. അതൊരു മ്യൂസിയം പീസായിട്ട് മാറി മാർക്സിസ്റ്റുകാരെന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മ്യൂസിയം പീസായിട്ട് മാറി. അവർക്ക് BJPനെ അവർക്ക് വർഗീയ പാർട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്താ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലാത്ത എന്താ? 1967 മുതൽ 1969 വരെ EMS രണ്ടാമതും കേരള മുഖ്യമന്ത്രിയായി. അയാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്? മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ വർഗീയ കക്ഷിയല്ലായിരുന്നു മുസ്ലിം ലീഗ് 2 വർഷം. അത് കഴിഞ്ഞ് പിന്നെ 1980 നായനാർ മുഖ്യമന്ത്രിയായി. അപ്പോഴും ഒരു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ വേറൊരു ഘടകം അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴും മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയായിരുന്നില്ലേ? ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി വർഗീയ കക്ഷിയാണെന്ന് മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാത്രമേ പറയുള്ളൂ, ബാക്കി ആരും പറയില്ല. കാരണം ഇപ്പോൾ
ഇനി BJP ആയിട്ട് സഖ്യമുണ്ടാകാത്ത ഏതെങ്കിലും പാർട്ടികൾ ബാക്കിയുണ്ടോ? CPM ഉം കോൺഗ്രസും ഒഴിച്ച് ബാക്കി എല്ലാവരും. CPM പണ്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് 77-ലും 80-ലും ഒക്കെ. അതവർക്ക് പുറത്തു പറയാവുന്നതാണ്. അപ്പോൾ അവർ 100 കൂട്ടം എക്സ്ക്യൂസ് എന്താണ് എലിബീസ് അല്ലെങ്കിൽ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും അവർ. ഇതിൽ ഇവർ വിവരമില്ലാത്തതുകൊണ്ടാണ്. ഈ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ കൂടി വലിയ വലിയ കാര്യം പറയുമ്പോൾ അറിഞ്ഞിരിക്കണം എന്താണ് സംഗതി എന്ന്, ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ബ്ലണ്ടേഴ്സ് വിളിച്ചു പറയും അവർ. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.